2022 ഒക്ടോബർ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗ്യാംബിയയിൽ 66 കുട്ടികൾ തുടർച്ചയായി മരണപ്പെടുന്നു. കാരണം ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു സാധാരണ കഫ് സിറപ്പ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഉസ്ബെക്കിസ്ഥാനിലും ക്യാമറൂണിലും സമാനമായ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനായി ഫാർമസിയിൽ നിന്ന് വാങ്ങിയ മരുന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുകയാണോ അതോ നിങ്ങളെ ഒരു സ്ഥിരം രോഗിയാക്കി മാറ്റുകയാണോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും ഒരു മരുന്ന് വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ചോദിക്കേണ്ട 3 ചോദ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവൻ രക്ഷിച്ചേക്കാം. ലോകത്തിന്റെ ഫാർമസി എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. 4 ലക്ഷം കോടി രൂപയുടെ ഇൻഡസ്ട്രി. ലോകത്തുപയോഗിക്കുന്ന വാക്സിനുകളിൽ 60%, ജനറിക് മരുന്നുകളിൽ 20% ഇന്ത്യയിൽ നിന്നാണ്. പക്ഷേ ഈ വലിയ നേട്ടത്തിന് പിന്നിൽ വളരെ ഇരുണ്ട ഒരു ബിസിനസ് തന്ത്രമുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ ഇന്ത്യയിലെ ഫാർമ റെഗുലേഷൻസ് എങ്ങനെയാണ് പരാജയപ്പെടുന്നതെന്ന് മനസ്സിലാക്കും. വലിയ മരുന്ന് കമ്പനികൾ എങ്ങനെയാണ് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തും. സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനുള്ള വഴികളും നേടും. അതിനു മുൻപ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാനൊരു കാര്യം പറയാം. വലിയ ഫാർമ കമ്പനികൾ ഒരിക്കലും നിങ്ങളുടെ ഒരു രോഗവും പൂർണ്ണമായി ഭേദമാകാൻ ആഗ്രഹിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഗ്യാംബിയയിൽ മരിച്ച 66 കുട്ടികൾക്കും നൽകിയതൊരു സാധാരണ പനി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അതേ മരുന്നാണ്. പിന്നെ അവിടെ എന്ത് സംഭവിച്ചു? കാരണം ഇതാണ്: ഡിഥൈലിൻ ഗ്ലൈക്കോൾ അല്ലെങ്കിൽ DEG. സിറപ്പുകൾ നിർമ്മിക്കുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന സുരക്ഷിതമായ പ്രൊപ്പലീൻ ഗ്ലൈക്കോളിന് പകരം ചിലവ് കുറയ്ക്കാൻ വേണ്ടി കമ്പനികൾ ഉപയോഗിച്ച ഒരു വിഷവസ്തുവാണിത്. വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ ആൻറ്റി ഫ്രീസായി ഉപയോഗിക്കുന്ന അതേ കെമിക്കൽ. ഇന്ത്യയിലെ ഹരിയാന ആസ്ഥാനമായുള്ള മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് ആയിരുന്നു ഇതിന് പിന്നിൽ. നിങ്ങൾക്കിതിൻ്റെ അർത്ഥം മനസ്സിലായോ? ലാഭം കൂട്ടാൻ വേണ്ടി ഒരു കമ്പനി ബോധപൂർവം ക്വാളിറ്റി ചെക്കിംഗ് ഒഴിവാക്കി. ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് വരെ നമ്മുടെ സിസ്റ്റം അത് അറിഞ്ഞതുമില്ലത്രേ. ഇനി ശ്രദ്ധിക്കൂ. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന മരുന്നുകളുടെ മാത്രം പ്രശ്നം ആണെന്നാണോ? നിങ്ങൾക്ക് തെറ്റി. അടുത്തിടെ CDSCO നടത്തിയ പരിശോധനയിൽ ഇന്ത്യയിൽ വിറ്റഴിക്കുന്ന 50-ലധികം ജനപ്രിയ മരുന്നുകൾ നിലവാരമില്ലാത്തതാണെന്ന് കണ്ടെത്തി. ഇതിൽ പാരസെറ്റമോളും പ്രമേഹ മരുന്നുകളും കാൽസ്യം ഗുളികകളും വരെ ഉൾപ്പെടുന്നുണ്ട്. ഇതുവരെ കേട്ടത് ഒരാമുഖം മാത്രം. യഥാർത്ഥ പ്രശ്നം ഈ കമ്പനികളിലല്ല, മറിച്ച് അവരെ നിയന്ത്രിക്കേണ്ട സിസ്റ്റത്തിലാണ്. അമേരിക്കയിൽ ഒരു മരുന്ന് അംഗീകരിക്കണമെങ്കിൽ ഒരൊറ്റ ഫെഡറൽ ഏജൻസിയേ ഉള്ളൂ, FDA. എന്നാൽ ഇന്ത്യയിൽ CDSCO എന്നൊരു കേന്ദ്ര ഏജൻസി ഉണ്ടെങ്കിലും മരുന്നുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് അവരല്ല. പകരം ഓരോ സംസ്ഥാനത്തെയും സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ് ആണ്. അതായത് ഇന്ത്യയിൽ 36 വ്യത്യസ്ത റെഗുലേറ്റർമാരുണ്ട്. ഇതൊരു വലിയ പഴുതാണ്. ഇതിനർത്ഥം കേരളത്തിലെ ഡ്രഗ് കൺട്രോളർ ഒരു മരുന്നിന് അനുമതി നിഷേധിച്ചാൽ ആ ഫാർമ കമ്പനിക്ക് ഹിമാചൽ പ്രദേശിലോ സിക്കിമിലോ പോയി എളുപ്പത്തിൽ ലൈസൻസ് എടുക്കാം. എന്നിട്ട് ആ മരുന്ന് കേരളം ഉൾപ്പെടെ ഇന്ത്യ മുഴുവൻ നിയമപരമായി വിൽക്കാം. പല സംസ്ഥാനങ്ങളിലും ആവശ്യത്തിന് ഡ്രഗ് ഇൻസ്പെക്ടർമാരില്ല, ടെസ്റ്റിംഗ് ലാബുകളില്ല. എന്തിനേറെ പറയുന്നു, ഇന്ത്യയിൽ ഒരു മരുന്ന് ജീവന് ഭീഷണിയാണെന്ന് കണ്ടാൽ രാജ്യവ്യാപകമായി ആ മരുന്ന് തിരികെ വിളിക്കാൻ ഒരു നിയമം പോലുമില്ല. കമ്പനികൾ സ്വമേധയാ തിരികെ വിളിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കൂ. മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നതോ ഒരു ഫാർമസി നടത്തുന്നതോ ആയ ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? എങ്കിൽ ഈ വീഡിയോ അവർക്ക് തീർച്ചയായും ഷെയർ ചെയ്യണം. ഈ സിസ്റ്റമിക് ഫെയിലിയർ അവരും അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ ഈ പഴുതുകൾ അടയ്ക്കാത്തത്? ഉത്തരം വളരെ ലളിതമാണ്: ബിസിനസ് താല്പര്യങ്ങൾ. ഇന്ത്യൻ ഫാർമ വ്യവസായം ഒരു വലിയ ലോബിയാണ്. ഇവിടെ പലപ്പോഴും ക്വാളിറ്റിക്ക് പകരം അഫോർഡബിലിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത്. വില കുറഞ്ഞ മരുന്നുകൾ ജനങ്ങളിലേക്ക് എത്തണമെന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ ആ വിലക്കുറവ് വരുന്നത് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിലോ? പലരും ഇതിനെക്കുറിച്ച് സർഫസ് ലെവൽ മാത്രമാണ് പറയുന്നത്, അതായത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണെന്ന്. എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഡീപ്പറായി നോക്കിയാൽ ഇവിടെ പ്രശ്നം FDCകളാണ്, അതായത് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ്. 2-3 മരുന്നുകൾ ചേർത്തുള്ള കോമ്പിനേഷനുകളാണ് FDCകൾ. ഇതിൽ പകുതിയിലധികം കോമ്പിനേഷനുകൾക്കും ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവുമില്ല എന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇത്തരം മരുന്നുകൾക്ക് വലിയ ഡിമാൻഡാണ്, കമ്പനികൾക്ക് വലിയ ലാഭവും. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം റെഗുലേറ്ററി പ്രശ്നങ്ങളെക്കുറിച്ചും ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകളെക്കുറിച്ചുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സർക്കാർ പരിഹരിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. പക്ഷേ സത്യം അതല്ല. ഗുണനിലവാരമില്ലാത്ത മരുന്നുകളല്ല യഥാർത്ഥ പ്രതിസന്ധി. ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഒരു ഉപഭോക്താവായി നിലനിർത്തുന്ന ആ തന്ത്രമാണ് അടുത്തത് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. വലിയ ഫാർമ കമ്പനികൾ ഒരിക്കലും ഒരു രോഗവും പൂർണ്ണമായി ഭേദമാകാൻ ആഗ്രഹിക്കാത്തതിൻ്റെ ആ കാരണം അതാണ് ഡിസീസ് മോങ്കറിംഗ്, അഥവാ രോഗങ്ങളെ സൃഷ്ടിക്കുന്ന ബിസിനസ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരാളുടെ അസുഖം പൂർണ്ണമായി ഭേദമാക്കുന്ന ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ രോഗി പിന്നീട് ആ കമ്പനിയുടെ കസ്റ്റമർ അല്ല.
അതുകൊണ്ട് ഫാർമ ബിസിനസ് മോഡൽ ഫോക്കസ് ചെയ്യുന്നത് ക്യൂർ എന്നതിലല്ല, മറിച്ച് മാനേജ്മെൻറ്റ് എന്നതിലാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം ഇവയ്ക്കുള്ള മരുന്നുകൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതുണ്ട്. ഇത് അവരുടെ ഭാവി വരുമാനം ഉറപ്പാക്കുന്നു. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് സുഖപ്പെട്ട ഒരു രോഗി എന്നാൽ നഷ്ടപ്പെട്ട ഒരു കസ്റ്റമർ എന്നാണ്. നമ്മൾ ഇന്ത്യക്കാർ മറ്റ് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നവരുമാണ്. ചെറിയൊരു വേദന വരുമ്പോഴേക്കും നമ്മൾ സ്വയം ഡോക്ടർമാരാകും. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വയം രക്ഷപ്പെടാം? അതിനായി നിങ്ങൾ നിർബന്ധമായും എടുക്കേണ്ട 3 തീരുമാനങ്ങൾ ഇതൊക്കെയാണ്. 1. CDSCO അലേർട്ടുകൾ ശ്രദ്ധിക്കുക. എല്ലാ മാസവും CDSCO തങ്ങളുടെ വെബ്സൈറ്റിൽ നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മരുന്നുകളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലെ സ്ഥിരം മരുന്നുകൾ ഈ ലിസ്റ്റിലില്ല എന്ന് ഉറപ്പുവരുത്തുക. 2. OTC മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഓവർ ദി കൗണ്ടർ വാങ്ങുന്ന വേദന സംഹാരികളും ആൻറ്റിബയോട്ടിക്കുകളും പൂർണ്ണമായും നിർത്തുക. 3. ഡോക്ടറോട് ശരിയായ ചോദ്യം ചോദിക്കുക. നിങ്ങൾക്കൊരു പുതിയ മരുന്ന് കുറിച്ച് നൽകുമ്പോൾ ഇതല്ലാതെ എൻ്റെ ജീവിതശൈലിയിൽ എന്ത് മാറ്റം വരുത്തിയാൽ ഈ പ്രശ്നം മാറുമെന്ന് ഡോക്ടറോട് ചോദിക്കാൻ മടിക്കരുത്. കാരണം ഇതൊരു ബിസിനസ്സാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓർക്കുക, ഇന്ത്യയുടെ ഫാർമസി മേഖലയിലെ മാറ്റം സർക്കാരിൻ്റെ നിയമങ്ങളിൽ നിന്ന് മാത്രമല്ല തുടങ്ങേണ്ടത്, ഗുളികകളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ശീലങ്ങളിൽ നിന്ന് കൂടിയാണ്. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ജനറിക് മരുന്നുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ ബ്രാൻഡഡ് മരുന്നുകൾ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്നുണ്ടോ? അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ബിസിനസ് റിയാലിറ്റികൾ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇനിയും മനസ്സിലാക്കണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെയുള്ള അൺഫിൽറ്റേർഡ് അനാലിസിസ് നിങ്ങളിലേക്ക് തുടർച്ചയായി എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രിയുടെ ഉള്ളറകൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ മരുന്നുകൾ വാങ്ങാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ്, ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഹിഡൻ ചാർജുകളുടെയും ക്ലെയിം റിജക്ഷനുകളുടെയും കണക്കുകൾ അറിയാതെ ഈ ഫാർമ വീഡിയോ കണ്ടതുകൊണ്ട് ഒരു കാര്യവുമില്ല. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഇൻഷുറൻസ് സ്കാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. മിസ്സാക്കാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.